ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സിനിമാ മേഖലയിൽ സമഗ്ര വനിതാ നയം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറാൻ പോവുകയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കൊൽക്കത്തയിൽ ഡോക്ടറെ കൊലപ്പെടുത്തിയതിനെതിരെ കോഴിക്കോട്ട് യുവജനങ്ങളുടെയും വനിതകളുടെയും വിദ്യാർത്ഥികളുടെയും പ്രതിഷേധം. സാമൂഹ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് നാടിന്റെ സമ്പത്തെന്ന് അഹമ്മദ് ദേവർകോവിൽ MLA. ഇൻകം ടാക്സ് എംപ്ലോയീസ് ഫെഡറേഷൻ കേരള സർക്കിൾ സമ്മേളനം കോഴിക്കോട്ട് സമാപിച്ചു. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സിനിമാ മേഖലയിൽ സമഗ്ര വനിതാ നയം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. കോഴിക്കോട് വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലിടത്തിലെ സ്ത്രീ എന്ന സംസ്ഥാനതല സെമിനാർ കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു. വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ഉദ്ഘാടനം ചെയ്തു. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്ന പൊതു താൽപര്യ ഹർജിയിൽ ഹൈക്കോടതി വനിതാ കമ്മീഷനെയും കക്ഷി ചേർത്തിട്ടുണ്ടെന്നും ഒരു സമഗ്ര വനിതാ നയം മലയാള സിനിമാ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നും അവർ പറഞ്ഞു. 28 വർഷങ്ങളായി വിവിധ മേഖലകളിലുള്ള സ്ത്രീകളുടെ തുല്യ പദവിക്ക് വേണ്ടിയും ശാക്തീകരണത്തിന് വേണ്ടിയും പ്രവർത്തിച്ചു വരികയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ. 28 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന സ്ത്രീയുടെ പദവി ഇന്നുള്ള പദവിയോട് താരതമ്യപ്പെടുത്തിയാൽ ഈ മാറ്റം മനസ്സിലാകുമെന്നും ആ പരിശോധന നടത്തേണ്ട സാഹചര്യത്തിലാണ് ഇന്നുള്ളതെന്നും അവർ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് ഈ തരത്തിൽ തൊഴിലിടത്തിൽ സുരക്ഷിതത്വമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന നമ്മുടെ സഹോദരിമാരുടെ അവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിന് പരിഹാരമുണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ള അഭ്യർത്ഥന അദ്ദേഹത്തിന്റെ മുമ്പാകെ നൽകിയപ്പോഴാണ് കേരള ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയെ നിയുക്തമാക്കിയിട്ടുള്ളത്. സെമിനാറിൽ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ അധ്യക്ഷയായിരുന്നു. അസിസ്റ്റന്റ് ഗവൺമെന്റ് പ്ലീഡർ KK പ്രീത വിഷയം അവതരിപ്പിച്ചു. വിമൻ ഇൻ സിനിമ കളക്റ്റീവ് പ്രതിനിധി ദീദി ദാമോദരൻ, അന്വേഷി K അജിത, ജെൻഡർ അഡ്വൈസർ TK ആനന്ദി, പെൺകൂട്ട് വിജി, VP സുഹ്റ, അഡ്വക്കേറ്റ് PM ആതിര എന്നിവർ വിഷയത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ സബീന ബീഗം, കമ്മീഷൻ ലോ ഓഫീസർ K ചന്ദ്രശോഭ എന്നിവരും പങ്കെടുത്തു. വനിതാ കമ്മീഷൻ പ്രൊജക്ട് ഓഫീസർ N ദിവ്യ, മെമ്പർ സെക്രട്ടറി സോണിയ വാഷിംഗ്ടൺ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞത്തിലൂടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായ കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറുന്ന ചരിത്ര മുഹൂർത്തത്തിന് ഈ കേരള പിറവി ദിനം സാക്ഷ്യം വഹിക്കുമെന്ന് മന്ത്രി റിയാസ്. ഡിജി കേരളം സർവേ നടപടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളം മാറുന്ന ഡിജി കേരളം പദ്ധതിയുടെ മുന്നോടിയായി കോഴിക്കോട് കോർപ്പറേഷനിൽ ഡിജിറ്റൽ സാക്ഷരതാ സർവേക്ക് തുടക്കമായി. എരഞ്ഞിപ്പാലം CDA കോളനി പാർക്കിൽ നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് സർവേയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവര സാങ്കേതിക വിദ്യകളുടെ ഗുണഭോക്താക്കളായി സാധാരണ ജനങ്ങൾ മാറണമെന്നാണ് സർക്കാരിന്റെ കാഴ്ചപ്പാടെന്നും ഈ ലക്ഷ്യത്തോടെയാണ് ഡിജി കേരളം പദ്ധതി നടപ്പിലാക്കുന്നതെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് കൂടുതൽ ഫലപ്രദമായി കാര്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന നിലയിൽ, പെട്ടെന്ന് നീതി ലഭിക്കുന്ന നിലയിൽ എങ്ങനെ ഒരു ഭരണ സംവിധാനത്തെ മാറ്റാം,
അതിനെങ്ങനെ ടെക്നോളജി ഉപയോഗപ്പെടുത്താം എന്നുള്ളത് പൊതുവെ കാണിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഡിജി കേരളയുടെ പിറവിയുടെ പിന്നിലുള്ള ചിന്ത എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ ഇനിയും ചെയ്ത് മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾക്ക് എവിടെയാണോ പ്രയാസം, ആ പ്രയാസത്തെ തിരിച്ചറിഞ്ഞത് തിരുത്താനും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിലയിൽ മുന്നോട്ട് പോകാനും നമുക്ക് പറ്റണം. നമ്മുടെ ഓഫീസുകൾ അതിൻ്റെ ഭാഗമായി മാറണം. ജനങ്ങൾക്ക് കയറി വരാനും സംസാരിക്കാനും അവരുടെ പ്രയാസങ്ങൾ പറയാനും സാധ്യമാകുന്ന നിലയിലേക്ക് നമ്മുടെ സർക്കാർ ഓഫീസുകളെ മാറ്റി തീർക്കാനും നമുക്ക് സാധിക്കണം. ചടങ്ങിൽ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷയായി. കോർപ്പറേഷൻ സെക്രട്ടറി KU ബിനി പദ്ധതി വിശദീകരിച്ചു. ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷരായ C രേഖ, OP ഷിജിന, P ദിവാകരൻ, ഡോക്ടർ S ജയശ്രീ, PC രാജൻ, കൃഷ്ണകുമാരി തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊൽക്കത്തയിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിനെതിരെ കോഴിക്കോട്ട് യുവജനങ്ങളും വനിതകളും വിദ്യാർത്ഥികളും പ്രതിഷേധിച്ചു. മുതലക്കുളത്ത് നടത്തിയ പ്രതിഷേധ യോഗം സ്ത്രീ സുരക്ഷയ്ക്കും നീതിക്കും വേണ്ടിയുള്ള ശബ്ദമായി. കൊൽക്കത്തയിലെ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്നതിനെതിരെ പ്രതിഷേധാഗ്നി തീർത്ത് കോഴിക്കോട്. യുവജനങ്ങളും വനിതകളും വിദ്യാർത്ഥികളും മുതലക്കുളത്ത് ഒന്നിച്ചുയർത്തിയ ശബ്ദം സ്ത്രീ സുരക്ഷിതത്വത്തിനും നീതിക്കുമായുള്ള സമരാഹ്വാനമായി. ഡോക്ടറുടെ കൊലപാതകത്തിലും ബംഗാൾ സർക്കാർ നടപടികളിലും പ്രതിഷേധിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, DYFI, SFI ജില്ലാ കമ്മിറ്റികൾ സംയുക്തമായാണ് മുതലക്കുളത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം KK ലതിക ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കേണ്ട ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും നേരെ നടക്കുന്ന സംഭവങ്ങൾക്കെതിരെയും അതിശക്തമായ രൂപത്തിലേക്കുള്ള പ്രതിഷേധമാണ് ഇന്ത്യ രാജ്യത്താകെ അലയടിച്ച് ഉയർന്നു വന്നിട്ടുള്ളത്. ഇന്ത്യയിൽ മാത്രമല്ല, ബ്രിട്ടീഷ് ഗവൺമെന്റും അതുപോലെ ന്യൂയോർക്ക് സ്ക്വയറിലും കനഡയിലും UK-യിലും ജർമ്മനിയിലും ബംഗ്ലാദേശിലും എല്ലാം വലിയ രൂപത്തിലേക്കുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നു. നമുക്ക് 2012 ഡൽഹിയിലെ തെരുവീതികളിൽ 22കാരിയായ ചെറുപ്പക്കാരിയെ സുഹൃത്തിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ അതിഭീകരമായ രൂപത്തിലേക്ക് വാഹനത്തിനകത്ത് കൊല ചെയ്യപ്പെട്ടപ്പോൾ ഇന്ത്യ രാജ്യത്ത് വലിയ പ്രക്ഷോഭമാണ് ഡൽഹിയിലും രാജ്യത്താകെ ഉയർന്നു വന്നിട്ടുള്ളത്. SFI ജില്ലാ സെക്രട്ടറി PP താജുദ്ദീൻ അധ്യക്ഷനായി. DYFI ജില്ലാ സെക്രട്ടറി PC ഷൈജു സ്വാഗതം പറഞ്ഞു. മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കാനത്തിൽ ജമീല MLA, DYFI ജില്ലാ പ്രസിഡന്റ് LG ലിജീഷ്, മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി K പുഷ്പജ, ജില്ലാ പ്രസിഡന്റ് D ദീപ, SFI ജില്ലാ പ്രസിഡന്റ് TP അമൽരാജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വേങ്ങേരി മേൽപ്പാലം സെപ്റ്റംബർ ആദ്യ വാരത്തിനുള്ളിൽ ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. പാലത്തിന്റെ പ്രവൃത്തി പുരോഗതി വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബൈപ്പാസിൽ വെങ്ങളം ജംഗ്ഷൻ മുതൽ രാമനാട്ടുകര ജംഗ്ഷൻ വരെ 6 വരി പാതയായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് ബാലുശ്ശേരി റോഡുകൾ ദേശീയപാത 66-ൽ ചേരുന്ന വേങ്ങേരി ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന മേൽപ്പാലം മന്ത്രി PM മുഹമ്മദ് റിയാസ് സന്ദർശിച്ച് പ്രവർത്തികൾ വിലയിരുത്തി. കോഴിക്കോട് ബാലുശ്ശേരി PWD റോഡിന്റെ ഭാവി വികസനം മുന്നിൽ കണ്ട് വേങ്ങേരി ജംഗ്ഷനിൽ 45 മീറ്റർ വീതിയിലാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. ഇതിന്റെ വലതുഭാഗത്തിന്റെ നിർമ്മാണം 2023-ൽ തന്നെ പൂർത്തിയായിരുന്നു. എന്നാൽ ഇടതുവശത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കുഴിയെടുക്കുന്ന സമയത്ത് ഈ ഭാഗത്തുകൂടി പൈപ്പ് ലൈൻ കടന്നു പോകുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ കൂടി പൂർത്തീകരിച്ചാണ് പാലം സെപ്റ്റംബറിൽ ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്. നേരത്തെ പ്രഖ്യാപിച്ച പോലെ അടുത്ത വർഷം അവസാനത്തോടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ വീതിയിൽ ദേശീയപാത 66-ന്റെ വികസനം പൂർത്തിയാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മഴ കുറയുന്ന മുറയ്ക്ക് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞതിന് പരിഹാരം കാണുമെന്നും മന്ത്രി അറിയിച്ചു. എന്നാൽ എക്സ്കാവേഷനിടയിൽ ഒരു പൈപ്പ് ലൈൻ കണ്ടു. ആ പൈപ്പ് ലൈൻ വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചില പ്രവർത്തികൾ ബാക്കിയുണ്ട്. അതും വളരെ വേഗത്തിൽ നടത്തിക്കൊണ്ട് നമുക്ക് ഈ ഓവർപാസ് പ്രവൃത്തി പോലെ തന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകും. വലിയ മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാവും. NH66-ന്റെ പ്രവൃത്തി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ആഴ്ചകളിൽ ഞങ്ങൾ റിവ്യൂ നടത്തും. എല്ലാ മാസവും ഇതിൻ്റെ ഓരോ ജില്ലകളിലെയും കാര്യങ്ങൾ പ്രത്യേകം പരിശോധിക്കും. നോഡൽ ഓഫീസറെ നിശ്ചയിച്ചിട്ടുണ്ട്. നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ
2025 അവസാനത്തോടുകൂടി കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാത അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പ്, കരാർ കമ്പനി ഉദ്യോഗസ്ഥരും സന്ദർശന വേളയിൽ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സാമൂഹ്യ ബോധമുള്ള വിദ്യാർത്ഥികളാണ് നാടിന്റെ സമ്പത്തെന്ന് അഹമ്മദ് ദേവർകോവിൽ MLA. ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന ചടങ്ങ് അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ യുവതലമുറയെ ലഹരിയിലേക്ക് വീഴ്ത്താൻ വലിയ മാഫിയ സംഘങ്ങൾ പുറത്തു കാത്തു നിൽക്കുന്നുണ്ടെന്നും സാമൂഹ്യദ്രോഹികളെ തിരിച്ചറിഞ്ഞ് അവരുടെ പിടിയിൽ വീഴാതെ മുന്നോട്ടു പോകാൻ ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്ലേഗ്രൗണ്ട് നഗരഹൃദയത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലക്ക് തൊട്ടടുത്തുള്ള വീടുകളും അതുപോലെ സ്ഥാപനങ്ങളും അക്വയർ ചെയ്തുകൊണ്ട് അത്രമാത്രം ഫണ്ട് ഇറക്കിക്കൊണ്ട് നമുക്ക് കരസ്ഥലം യാഥാർത്ഥ്യമാക്കാൻ പെട്ടെന്ന് കഴിഞ്ഞുകൊള്ളും എന്നില്ല. എന്നാൽ നമ്മുടെ കുട്ടികളുടെ കായിക ക്ഷമത നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനാവശ്യമായി നേരത്തെ ഇവിടെ നമ്മുടെ കൗൺസിലർ മോയിൻകുട്ടി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മാന്താവ് മൈതാനം നമ്മുടെ കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. മറ്റേത് സ്കൂൾ ഗ്രൗണ്ടിനോടേക്കാൾ കിടപിടിക്കാവുന്ന എല്ലാ സംവിധാനങ്ങളും ആ ഗ്രൗണ്ടിലുണ്ട്. ഇനി എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് നികത്താൻ MLA എന്ന നിലയ്ക്ക് ഞാനും കൗൺസിലർ എന്ന നിലയ്ക്ക് മുൻകൂട്ടിയും ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ആ കാര്യം നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. കുട്ടികളെ കളിസ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള ട്രാൻസ്പോർട്ട് സൗകര്യം ബസ് ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. ആ ബസ് ഉപയോഗപ്പെടുത്താവുന്നതേ ഉള്ളൂ. വാർഡ് കൗൺസിലർ NC മോയിൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ബീന പൂവത്തിങ്ങൽ, അഫ്സൽ കോണിക്കൽ, ഹെഡ്മാസ്റ്റർ P ഓംകാരനാഥൻ, K ഹേമലത, VK മൊയ്തീൻ കോയ, സുനിൽ പൂളേങ്കര, അജീഷ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. അജ്മൽ കക്കോവ് വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അൺഎയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ തൊഴിൽ സുരക്ഷയും സംരക്ഷണവും സംബന്ധിച്ച് അരക്ഷിതാവസ്ഥ തുടരുന്നതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. കോഴിക്കോട്ട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ജില്ലാതല സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. അൺഎയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായ സേവന വേതന വ്യവസ്ഥകൾ ഇല്ലാത്തതാണ് പ്രധാന പ്രശ്നമെന്നും ജില്ലാതല സിറ്റിംഗിന് ശേഷം വനിതാ കമ്മീഷൻ അധ്യക്ഷ പ്രതികരിച്ചു. കോഴിക്കോട് ജില്ലയിലെ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപികമാരുടെ പ്രശ്നങ്ങൾ സിറ്റിംഗിൽ പരിഗണനയ്ക്ക് വന്നു. അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നത് തൊഴിൽ മാനദണ്ഡങ്ങൾക്കും വിധേയമായല്ല. അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ഭൂരിപക്ഷവും സ്ത്രീകളാണെന്നും ഇവർക്ക് യാതൊരു ആനുകൂല്യങ്ങളും നൽകാതെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നത് സംബന്ധിച്ച് പരാതികൾ വരുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. തീർച്ചയായും പരാതിപ്പെടാൻ ഇവിടെ നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് തന്നെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയും. ആ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവണം. ആത്മവിശ്വാസത്തോടുകൂടി സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ അവരുടെ പരാതിയുമായിട്ട് എന്നുള്ളതാണ്. ആർക്കൊക്കെ എതിരായിട്ടാണ് പരാതിപ്പെടാനുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഏത് നിയമ സംവിധാനത്തിനും നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കഴിയൂ. ജില്ലാതല സിറ്റിംഗിൽ 8 പരാതികൾ പരിഹരിച്ചു. 3 പരാതികൾ പോലീസ് റിപ്പോർട്ടിന് വേണ്ടി അയച്ചു. 2 പരാതികളിൽ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സൗജന്യ നിയമസഹായം നൽകുന്നതിന് അയച്ചു. 49 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. ആകെ 62 പരാതികളാണ് പരിഗണിച്ചത്. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P കുഞ്ഞായിഷ, ഡയറക്ടർ ഷാജി സുഗുണൻ, അഭിഭാഷകരായ ലിസി, സീനത്ത്, റീന, കൗൺസിലർമാരായ C അഖിന, M സബിന തുടങ്ങിയവരും സിറ്റിംഗിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ഇൻകം ടാക്സ് എംപ്ലോയീസ് ഫെഡറേഷൻ കേരള സർക്കിളിന്റെ 15ാം പ്രതിനിധി സമ്മേളനം കോഴിക്കോട്ട് ആരംഭിച്ചു. ശിക്ഷക് സദനിലെ KKN കുട്ടി നഗറിൽ പതാക ഉയർത്തിയതോടെ പരിപാടികൾക്ക് തുടക്കമായി. ഇൻകം ടാക്സ് എംപ്ലോയീസ് ഫെഡറേഷൻ കേരള സർക്കിൾ വാർഷിക സമ്മേളനം തുടങ്ങി. മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PA പിച്ചു അധ്യക്ഷത വഹിച്ചു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA, ITEF സെൻട്രൽ പ്രസിഡന്റ് MS വെങ്കടേശൻ, കേരള സർക്കിൾ ജനറൽ സെക്രട്ടറി A ബിനു, ബ്രാഞ്ച് സെക്രട്ടറി P ഹേംകിരൺ, CCGE ആൻഡ് W കേരള സർക്കിൾ ജനറൽ സെക്രട്ടറി B ശ്രീകുമാർ, സ്വാഗത സംഘം ചെയർമാൻ R ജൈനേന്ദ്രകുമാർ, കൺവീനർ P പ്രസൂൺ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കുട്ടികളിൽ സാമ്പത്തിക പരിജ്ഞാനം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റും ഇസാഫ് ബാലജ്യോതിയും ചേർന്ന് സമഗ്ര സാമ്പത്തിക വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുന്നു. ഇസാഫ് സ്മാൾ ഫിനാൻസ് ബാങ്കിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുക. IIM ഇക്കണോമിക്സ് വകുപ്പ് തയ്യാറാക്കിയ പാഠ്യപദ്ധതിയിൽ വ്യക്തിഗത വരുമാനം, ധനവിനിയോഗത്തിലെ ഉത്തരവാദിത്വം, സമ്പാദ്യശീലം, ഡിജിറ്റൽ ഇടപാടുകളിലെ സുരക്ഷ എന്നീ മേഖലകളെ മുൻനിർത്തിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് സംഘാടകർ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് കൃത്യമായ അറിവും ബോധവൽക്കരണവും നൽകി സാമ്പത്തിക കാര്യങ്ങളിൽ ശാസ്ത്രീയമായ സ്വയം പര്യാപ്തത കൈവരുത്താനും പദ്ധതി ലക്ഷ്യമിടുന്നു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ തെരഞ്ഞെടുത്ത 45 സ്കൂളുകളിലെ 10 മുതൽ 12 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. പാഠ്യപദ്ധതിയുടെ ദൃശ്യാവിഷ്കാരം പ്രശസ്ത തിയേറ്റർ ആർട്ടിസ്റ്റ് വിജേഷിന്റെ നേതൃത്വത്തിൽ നടന്നു. ചെറിയ ക്ലാസുകൾ മുതൽക്ക് വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ അവബോധം നൽകുന്നത് സാമ്പത്തിക ഉത്തരവാദിത്തമുള്ള ഭാവി തലമുറയെ രൂപപ്പെടുത്താൻ സഹായിക്കുമെന്നും ഇസാഫ് സാരഥികൾ പറഞ്ഞു. സാമ്പത്തിക വിദ്യാഭ്യാസം നമ്മുടെ രാജ്യത്ത് തന്നെ സാമ്പത്തിക വിദ്യാഭ്യാസം വളരെ കുറവാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് നമുക്ക് സാക്ഷരത 100%, പക്ഷെ സാമ്പത്തിക സാക്ഷരതയിൽ നമ്മൾ വളരെ പുറകിലാണ്. അതുകൊണ്ടാണ് സാമ്പത്തികമായിട്ടുള്ള നമ്മളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലോ നമ്മളുടെ അബദ്ധങ്ങളിലൊക്കെ പോയിപ്പെടുന്നു. നിങ്ങൾ അത്തരം സ്റ്റോറീസ് നിരവധി ആയിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നതും സാമ്പത്തിക വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് മുതിർന്നവരിൽ സാമ്പത്തിക വിദ്യാഭ്യാസം കൊടുക്കുന്ന അടുത്ത ജനറേഷനിലേക്ക് എങ്ങനെ നമുക്ക് സാമ്പത്തിക വിദ്യാഭ്യാസം. വാർത്താ സമ്മേളനത്തിൽ IIM കോഴിക്കോട് പ്രൊഫസർ അശോക് തോമസ്, അസിസ്റ്റന്റ് പ്രൊഫസർ ചിത്വാൻ ലാൽജി, സിൽവർ ഹിൽസ് CMI സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോൺ മണ്ണാർത്തറ, ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ജോർജ് തോമസ് എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നടുവണ്ണൂരിൽ KSU സാരഥികൾക്ക് സ്വീകരണം നൽകി. സ്കൂൾ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർക്കാണ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണ ചടങ്ങുകൾ ഒരുക്കിയത്. KSU നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ൽ 8 സീറ്റുകൾ നേടി വിജയിച്ച യൂണിയൻ സാരഥികൾക്ക് ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടുകൂടി നടുവണ്ണൂർ അങ്ങാടിയിൽ സ്വീകരണം നൽകി. സ്കൂൾ പരിസരത്തു നിന്ന് ആരംഭിച്ച റാലി നടുവണ്ണൂർ ടൗൺ വഴി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. നേതാക്കളായ അസ്ലം റിജാസ്, അശ്വന്ത് P, അശ്വന്ത് കിഴക്കേടത്ത്, അജ്ഷൽ T തുടങ്ങിയവർ നേതൃത്വം നൽകി. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഫായിസ് നടുവണ്ണൂർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. വർഗീയവാദികളാക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കുന്നു. അഭിമാനത്തോട്
സമാപന സമ്മേളനത്തിന് മണ്ഡലം പ്രസിഡന്റ് അമൽ ഹാദി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി അഫീഫ് അലി, യൂണിയൻ ചെയർമാൻ മുഹമ്മദ് നിഷാൽ, സെക്രട്ടറി ശ്രീനഹ SR, യൂണിയൻ ഭാരവാഹികളായ ഹിബ ഫാത്തിമ, തീർത്ഥ ഗിരീഷ്, അമയ മോഹൻ, നന്ദന SS, റിയ തീർത്ഥ, നർല ഫാത്തിമ, KSU യൂണിറ്റ് ഭാരവാഹികളായ നിദ ഫാത്തിമ, അനജ്, പ്രണവ് തുടങ്ങിയവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാഹിത്യ നഗരത്തിന് അക്ഷരാർപ്പണവുമായി KLF. ഓഗസ്റ്റ് 29-ന് കോഴിക്കോടിന് സാഹിത്യ നഗരം പദവി ലഭിച്ചതിനോടനുബന്ധിച്ച് ആഘോഷങ്ങൾ സംഘടിപ്പിക്കും. പരിപാടിയിൽ 26ാമത് DC കിഴക്കേമുറി സ്മാരക പ്രഭാഷണം മനു S. പിള്ള നിർവഹിക്കും. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലും DC ബുക്സും സംയുക്തമായി സാഹിത്യ നഗരിക്ക് അക്ഷരാർപ്പണം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കും. കോഴിക്കോടിന് യുനെസ്കോ സാഹിത്യ നഗര പദവി ലഭിച്ചതോടനുബന്ധിച്ച് ഓഗസ്റ്റ് 29-ന് വൈകിട്ട് സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടിയിൽ മലയാളത്തിലെ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും സാഹിത്യ നഗരിക്ക് അക്ഷരാർപ്പണം നടത്തും. വൈകിട്ട് നടക്കുന്ന DC കിഴക്കേമുറി സ്മാരക പ്രഭാഷണം മനു S. പിള്ള നിർവഹിക്കും. വൈകിട്ട് നോവലുകൾ, കഥകൾ, ചരിത്രം, യാത്രാവിവരണം, മൊഴിമാറ്റം എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട ഏറ്റവും പുതിയ 18 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യും. 26ാമത് DC കിഴക്കേമുറി സ്മാരക പ്രഭാഷണം NS മാധവൻ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ K. സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിക്കും. ഇവിടെ പ്രധാനമായിട്ടുള്ളത് സാഹിത്യ നഗരിക്ക് അക്ഷരാർപ്പണം എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് പ്രധാനമായിട്ടുള്ളത്. 56 അക്ഷരങ്ങൾ, 56 എഴുത്തുകാരും മറ്റ് സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ള വ്യക്തികളും കൂടെ കൂടി 56 അക്ഷരങ്ങൾ അൺവീൽ ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിയായിരിക്കും ഇവിടെ നടക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി സ്പെയിനിലെ സാംസ്കാരിക സംഘടനയായ കെസാ ഡി ല ഇന്ത്യയുടെ നേതൃത്വത്തിൽ അരങ്ങേറുന്ന സംഗീത, നൃത്ത, കവിത സമന്വയം ഉണ്ടാകുമെന്ന് ചീഫ് ഫെസിലിറ്റേറ്റർ രവി DC, KLF ചെയർമാൻ A. പ്രദീപ് കുമാർ, ജനറൽ കൺവീനർ AK അബ്ദുൽ ഹക്കീം, പ്രോഗ്രാം കൺവീനർ KV ശശി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിനിമാ മേഖലയിൽ സമഗ്ര വനിതാ നയം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറാൻ പോവുകയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കൊൽക്കത്തയിൽ ഡോക്ടറെ കൊലപ്പെടുത്തിയതിനെതിരെ കോഴിക്കോട്ട് യുവജനങ്ങളുടെയും വനിതകളുടെയും വിദ്യാർത്ഥികളുടെയും പ്രതിഷേധം. സാമൂഹ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് നാടിന്റെ സമ്പത്തെന്ന് അഹമ്മദ് ദേവർകോവിൽ MLA. ഇൻകം ടാക്സ് എംപ്ലോയീസ് ഫെഡറേഷൻ കേരള സർക്കിൾ സമ്മേളനം കോഴിക്കോട്ട് സമാപിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.